എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതെന്താണ് എന്നല്ലേ, നമ്മുടെ കുവൈറ്റിലേക്ക് ഫാമിലിയൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2024 വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ന് നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുക. കാര്യം എന്ന് പറഞ്ഞാൽ 2024 കുറേ മാറ്റങ്ങൾ നിലവിൽ ഫാമിലി വിസയെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പും നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസും കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. 2024 കുവൈറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നടങ്ങുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ വീഡിയോയുടെ താഴെല്ലാം വന്നിട്ട് നമ്മുടെ ഫാമിലി വിസയുടെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റുകളെ പറ്റി ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിലേക്കാണ് ഈ വീഡിയോ എത്തിക്കാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുവൈറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്, അതായത് കുവൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് 800 KD ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 800 KD എങ്ങനെയാണ്, നിങ്ങളുടെ ഓവർ ടൈമും കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് 800 KD മതിയോ എന്ന് സംശയം ചോദിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇത്തനാമലിൽ നിങ്ങളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 800 KD നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും 800 KD മാത്രം മതിയോ, വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും മറ്റുള്ള ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്. അത് നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് നിലവിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. 2024 ജനുവരി മുതലാണ് ഈ മാറ്റം നിലവിൽ വന്നത്. കോവിഡ് കാലത്ത് കുവൈറ്റിലേക്കുള്ള വിസ നിരോധിച്ചിരുന്നു. അതിനു മുമ്പ്, അതായത് കോവിഡ് കാലത്തിന് മുമ്പ് 600 KD ആയിരുന്നു ബേസിക് സാലറി ഫാമിലി വിസ എടുക്കാനായിട്ട് വേണ്ടിയിരുന്നത്. അന്ന് ഡിഗ്രി നിർബന്ധമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഡിഗ്രി നിർബന്ധമാണ്. ഒപ്പം തന്നെ 800 KD ബേസിക് സാലറി ഉണ്ടായിരിക്കണം. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ, ഫാമിലി വിസയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ. അതായത് 2024 ജനുവരിക്ക് ശേഷം ഒരു വട്ടം മാത്രമാണ് അവർ ചെറിയൊരു പരിഷ്കാരം കൊണ്ടുവന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 14 വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചെറിയൊരു പരിഗണന അവർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് 800 KD ശമ്പളം ഇല്ലെങ്കിലും അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, അതായത് ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവർ ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എഴുതി കാണിച്ചിരിക്കുന്ന വിഭാഗക്കാർക്ക് ചെറിയൊരു പരിഗണനയുണ്ട്. അവർക്ക് 800 KD അല്ലെങ്കിൽ ശമ്പളം ഇല്ലെങ്കിൽ തന്നെ അവർക്ക് ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ബാക്കിയുള്ളവർക്ക് ബേസിക് സാലറി എന്ന് പറയുന്നത് 800 KD നിർബന്ധമാണ്. ഡിഗ്രി ഹോൾഡറും ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിൽ യാതൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് കമൻറ്റ് ചെയ്തും അതുപോലെ മെയിൽ ചെയ്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇതേപോലെ ഫാമിലി വിസയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംശയങ്ങൾക്കെല്ലാം മാറ്റം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ മെയിൽ ഐഡിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. ഇന്ന് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ഫാമിലി വിസയെ കുറിച്ചിട്ടാണ്. കുവൈറ്റിലുള്ള ഫാമിലി വിസയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇൻഫർമേഷൻ തന്നത്. അതായത് 2024 നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫാമിലി വിസ എടുക്കുമ്പോൾ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിഞ്ഞത്. അപ്പോൾ കുവൈറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഫാമിലിയൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, കുവൈറ്റിലെ കാണാൻ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.